നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഒളിമ്പിക്സിൽ ഇന്നലെ അർജന്റീന വേഴ്സസ് മൊറോക്കോ പുരുഷ വിഭാഗത്തിലെ ഫുട്ബോൾ മത്സരത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. കളിയുടെ അവസാനത്തിൽ മൊറോക്കൻ ആരാധകർ ഗ്രൗണ്ടിലേക്ക് ഇരച്ചു കയറുകയും അതുപോലെ കുപ്പികളും മറ്റും വലിച്ചെറിയുകയും ഒക്കെ ചെയ്ത് ആകെ അലമ്പാക്കി 1.5 മണിക്കൂർ വൈകിട്ട് പിന്നീട് 3 മിനിറ്റ് കളി നടത്തി അവസാനിപ്പിച്ചു. അതിനിടയ്ക്ക് അർജന്റീന അടിച്ച ഗോള് വാർ നോക്കി ഓഫ് സൈഡ് ആണെന്ന് കണ്ടെത്തി ആ ഗോൾ ഡിസലവ് ചെയ്തു. ആകെ പ്രശ്നമായിട്ടാണ് കളി അവസാനിച്ചത്. ഇപ്പോൾ അർജന്റീന ഇതുമായി ബന്ധപ്പെട്ട് ഫിഫക്ക് പരാതി കൊടുത്തിരിക്കുന്നു. ഫിഫയുടെ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് AFA ഒഫീഷ്യലായിട്ട് തന്നെ പരാതി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം അവരുടെ പ്രസിഡന്റ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ക്ലോഡിയോ ടാപ്പിയയുടെ ആ പ്രതികരണത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ കുറിക്കുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഇത് വളരെ റിഗ്രറ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അർജന്റീനക്ക് സെന്ററ്റിനയിലെ സ്റ്റേഡിയത്തിൽ നിന്ന് ഉണ്ടായ അനുഭവം വളരെയധികം ഖേദകരമാണ്. ഏതാണ്ട് 2 മണിക്കൂറോളം ലോക്കർ റൂമിൽ വെയിറ്റ് ചെയ്യുക, എന്നിട്ട് ഞങ്ങളുടെ പ്ലേയേഴ്സ് കളിക്കളത്തിലേക്ക് എത്തി വാമപ്പ് ചെയ്ത് മാച്ച് കണ്ടിന്യൂ ചെയ്യുക, ആ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ശരിക്കും ഈ ഇൻവേഷൻ നടക്കുന്ന ഘട്ടത്തിൽ മൊറോക്കൻ ആരാധകർ ഇൻവേഷൻ നടത്തി, അവർ വയലൻസ് നടത്തി. ഇത് തീർച്ചയായിട്ടും അർജന്റീൻ ഡെലിഗേഷന് വലിയ രൂപത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പം മാച്ച് സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ ട്രൂലി സെൻസ്ലെസ് ആയിട്ടാണ് കാര്യങ്ങൾ പിന്നീട് നടന്നത്. മത്സരം വീണ്ടും നടത്തി എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ്. അത് എഗെയിൻസ്റ്റ് കോമ്പറ്റീഷൻ റൂളാണ്. കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഈ 2 ടീമിൻ്റെ ക്യാപ്റ്റന്മാർക്കും മത്സരം പിന്നീട് നടത്തേണ്ടതില്ല എന്ന അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. എന്നിട്ടും പുനരാരംഭിച്ചു. സോ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ഓൾറെഡി ഫിഫയുടെ ഡിസിപ്ലിനറി കമ്മിറ്റിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള പരാതി സമർപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സാങ്ഷൻസ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളുടെ മേൽ ഏർപ്പെടുത്തണമെന്ന് അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെടുകയാണ് എന്നാണ് ഇപ്പോൾ ക്ലോഡിയോ ടാപ്പിയ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള പിച്ച് ഇൻവേഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മത്സരം സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നീട് വീണ്ടും കളിക്കാരെ ഗ്രൗണ്ടിലേക്ക് ഇറക്കുന്ന ഒരു അവസ്ഥ ഒഴിവാക്കാമായിരുന്നു. അത് കോമ്പറ്റീഷൻ റൂൾസിനെതിരാണ് എന്നാണ് അർജന്റീനയുടെ വാദം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് വീണ്ടും എത്താം.